ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു VLSA വിത്ത് ഗീതാഞ്ജലി. സോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം അതിനു മുന്നേ നമ്മൾ ബേസിക്സ് ഓഫ് നമ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് വാച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണുക, എന്നാലാണ് നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമൽ ടു ഒക്ടൽ ആൻഡ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺവേർഷൻ ആണിത്. സോ ഈ ഒരു ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഡെസിമൽ ടു എനി അതർ നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻസ് നമ്മൾ പഠിച്ചു കഴിയും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ആക്ച്വലി സ്ലൈഡിന്റെ ലാസ്റ്റ് അത് ആഡ് ചെയ്തിരുന്നു, ബട്ട് ഞാൻ പറയാൻ വിട്ടുപോയി. സോ ഞാൻ അത് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇത് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള പ്രോബ്ലംസും എല്ലാം കൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പം കാര്യം സിമ്പിൾ ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ പഠിച്ചല്ലേ. അപ്പോൾ നമ്മളൊരു ഡെസിമൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ഒരു ബൈനറി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഈ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 1ഉം 0ഉം വരുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഇനി കിട്ടിയ വാല്യൂ ഏത് ഡെസിമൽ നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണ്ടേ. അതായത് ഡെസിമൽ നമ്പറിൽ 13 എന്ന് തന്നു കഴിയുകയാണെങ്കിൽ ബൈനറിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. സപ്പോസ് നിങ്ങൾക്ക് ബൈനറി വാല്യൂ ഒരു വാല്യൂ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് 1010 എന്നൊരു വാല്യൂ നിങ്ങൾക്ക് എഴുതി കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഡെസിമൽ നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ പഠിക്കണ്ടേ. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ മെയിൻലി നമ്മൾ ബൈനറി നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് റെപ്രസെൻറ്റേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിലത്തെ ഫസ്റ്റത്തെ റെപ്രസെൻറ്റേഷൻ ആണ് 3-bit റെപ്രസെൻറ്റേഷൻ. 3-bit ബൈനറി നമ്പർ എന്ന് പറയുകയാണെങ്കിൽ അതിൽ 3 ബൈനറി ഡിജിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. 1ഉം 0ഉം ഒക്കെ മിക്സ് ആയിട്ടുള്ള 3 ബൈനറി ഡിജിറ്റ്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 2n, അതായത് 2^3. നമുക്ക് 3 ബിറ്റ്സ് ആയതുകൊണ്ട് 2^3 8 ആയിരിക്കും. അതായത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, 0 തുടങ്ങി 7 വരെയുള്ള സിമ്പിൾസിനെയാണ് നമുക്ക് 3-bit റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതായത് 3-bit റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് എഴുതുന്ന വാല്യൂസ് ബൈനറി നമ്പറിൽ 0 തുടങ്ങി 7 വരെയുള്ള വാല്യൂസ് ആയിരിക്കും. അതാണ് ഞാനിവിടെ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. 0 എന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ 000 എന്നാണ് 3-bit ബൈനറി റെപ്രസെൻറ്റേഷനിൽ പറയുക. അതേപോലെ 1നെ 001 എന്നാണ് പറയുക, 2നെ 010, 3നെ 011, 4നെ 100, അതുപോലെ 5നെ 101, 6നെ 110, 7നെ 111. അപ്പോൾ കോമ്പിനേഷൻസ് കഴിഞ്ഞു. ഇതിനർത്ഥം എന്താ, നമ്മളൊരു ബൈനറി വാല്യൂ നമ്മൾ കണ്ടു കഴിയുകയാണെങ്കിൽ അത് 000 ആണെങ്കിൽ അതിനെ ഡെസിമൽ നമ്പറിൽ നമ്മൾ 0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഇത് മനസ്സിലായല്ലോ. അടുത്ത റെപ്രസെൻറ്റേഷൻ ആണ് 4-bit ബൈനറി റെപ്രസെൻറ്റേഷൻ. നമ്മൾ സെയിം ഒക്ടലെ പറഞ്ഞ പോലെ തന്നെ 4-bit ബൈനറി റെപ്രസെൻറ്റേഷനിൽ 4 ബൈനറി ഡിജിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2^4 16 ആയിരിക്കും. അപ്പോൾ ഒരു 4-bit സിസ്റ്റം വെച്ചിട്ട് നമുക്ക് 0 തുടങ്ങി 15 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സിനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേബിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മെയിൻലി നമ്മൾ ഈ 3-bit ആൻഡ് 4-bit റെപ്രസെൻറ്റേഷൻസ് യൂസ് ചെയ്യുന്നത് ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ്. അതായത് ഇപ്പം നിങ്ങൾ 3-bit നമ്പർ റെപ്രസെൻറ്റേഷൻ്റെ ചാർട്ട് കണ്ടപ്പോൾ നിങ്ങൾ അതിൽ 0 തുടങ്ങി 7 വരെയുള്ള വാല്യൂസ് ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ 0 തുടങ്ങി 7 വരെയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലുള്ളത്. സോ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ ബേസിക്കലി നമ്മൾ 3-bit റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് പറയാം. അതേപോലെ തന്നെ സിമിലർലി 4-bit റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് പറയുക. കാരണം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 തുടങ്ങി 15 വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 4-bit ബൈനറി റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ടാണ് ഹെക്സാഡെസിമൽ വാല്യൂസിനെ നമ്മൾ പറയാം. അപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 0 തുടങ്ങി 9 വരെയുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഈ റീഡ് ചെയ്യുമ്പം 0000 അങ്ങനെ വായിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് 10 തുടങ്ങി 15 വരെയുള്ള നമ്പേഴ്സ് അതിനെ നമ്മൾ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. 10നെ A, 11നെ B, 12C, 13D, 14E ആൻഡ് 15F അതുവരെ നമുക്കുള്ളൂ. ലാസ്റ്റ് നമ്പർ 15 ആണല്ലോ. അപ്പോൾ നമുക്ക് 0 തുടങ്ങി 9 വരെ നമ്മൾ എന്താണോ കിട്ടുന്നത് അതിനെ അങ്ങനെ റീഡ് ചെയ്യും. 9 കഴിഞ്ഞിട്ട് 10 തുടങ്ങി 15 വരെയുള്ള വാല്യൂസ് ആണ് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് പറയാം. ഓക്കെ,
അപ്പം ഇത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ 10 തുടങ്ങി 15 വരെയുള്ള വാല്യൂസ് വരുമ്പോൾ ഞാനത് അവിടെ ഒന്നും കൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഫസ്റ്റ് തന്നെ ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഒക്ടൽ എന്ന് പറയുന്നത് ബേസ് 8 അല്ലെങ്കിൽ റാഡിക്സ് 8 വരുന്ന നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ 0 തുടങ്ങി 7 വരെയുള്ള സിമ്പിൾസ് ആണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യുന്നത് സിമിലർ സ്റ്റെപ്സ് ആണ്. ആകെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷനിൽ നമ്മൾ റാഡിക്സ് 2 ആയിരുന്നു. 2 വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റീജർ പാർട്ടിനെ ഡിവൈഡ് ചെയ്തതും അതേപോലെ ഫ്രാക്ഷണൽ പാർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്തതും. ഇവിടെ ഒക്ടൽ നമ്പറിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒക്ടലിന്റെ റാഡിക്സ് ആയ 8 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റീജർ പാർട്ടിനെ ഡിവൈഡ് ചെയ്യും, അതേപോലെ നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഒക്ടൽ ഇക്വാലന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ റീഡിംഗ് ദ റിമൈൻഡേഴ്സ് ഫ്രം ബോട്ടം ടു ടോപ്പ്. നമ്മൾ ബൈനറിയിൽ അങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ഡെസിമൽ ടു ബൈനറി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ബോട്ടം ടു ടോപ്പിലേക്ക് റീഡ് ചെയ്തു. അത് ഇൻറ്റീജർ പാർട്ടിനെ നമ്മൾ ബോട്ടം ടു ടോപ്പിലേക്ക് റീഡ് ചെയ്തു. ഫ്രാക്ഷണൽ പാർട്ടിൽ കിട്ടിയ വാല്യൂസിന്റെ ഇൻറ്റീജർ പാർട്ടിനെ നമ്മൾ ടോപ്പ് ടു ബോട്ടം റീഡ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. അതൊക്കെ ഇതിലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ആദ്യം തന്നെ നമുക്ക് 112 ടു ദ ബേസ് 10 അതിനെ എങ്ങനെയാണ് ഒക്ടൽ നമ്പറിൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. സെയിം സ്റ്റെപ്സ് ആണ്. ഡെസിമൽ ടു ബൈനറി എങ്ങനെയാണോ ചെയ്തത് അതിന്റെ സെയിം സ്റ്റെപ്പ് ആണ്. ബേസ് 8 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അത്രേ നിങ്ങൾക്ക് വ്യത്യാസം ആയിട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 112 ടു ദ ബേസ് 10 ആണ്. ഇതിനെ നമുക്ക് എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 112 ടു ദ ബേസ് 10 നമുക്ക് ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഒക്ടലിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 8 ആണ്. സോ നമ്മൾ 8 വെച്ചിട്ട് ഇതിലിപ്പോൾ ഇൻറ്റീജർ പാർട്ട് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയാൽ 14 കംപ്ലീറ്റ് ആയിട്ട് പോകും. സോ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അതിനുശേഷം നമ്മൾ വീണ്ടും 8 വെച്ച് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് 1 ആണ് കിട്ടുക. ഇവിടെ റിമൈൻഡർ 6 ആണ് കിട്ടുക. സോ കഴിഞ്ഞു അല്ലേ. ഇനി ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബോട്ടം ടു ടോപ്പിലേക്ക് റീഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, 160 ടു ദ ബേസ് 8 എന്നാണ് കിട്ടുക അല്ലേ. ഓക്കെ, അപ്പോൾ ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടിയത്, 160 ടു ദ ബേസ് 8 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. നമുക്ക് ഒരു എക്സാമ്പിളോടെ ചെയ്യാം. അപ്പം ഇതിൽ നേരത്തെ നമ്മൾ ചെയ്ത എക്സാമ്പിളിൽ ഇൻറ്റീജർ പാർട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിൽ ഇൻറ്റീജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ എന്താണ്, സെക്കൻഡ് എക്സാമ്പിൾ 25.625 ആണല്ലേ. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടല്ലോ. സോ നമുക്ക് ആദ്യം ഇൻറ്റീജർ പാർട്ടിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 25 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 3 ആണ് കോഷ്യൻ്റ് വരാം, 1 റിമൈൻഡർ വരും. എഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. സോ 0 ആയി. അപ്പോൾ നമുക്ക് വീണ്ടും 3 റിമൈൻഡർ കിട്ടും. കഴിഞ്ഞല്ലേ, ഇനിയില്ല. ഇനി ബോട്ടം ടു ടോപ്പ് നമ്മൾ റീഡ് ചെയ്യണം. സോ 31 ടു ദ ബേസ് 8 എന്നാണ് കിട്ടുക. കഴിഞ്ഞോ, ഇല്ല. നമുക്കിത് ഫ്രാക്ഷണൽ പാർട്ടോട് ചെയ്യാനുണ്ട്. സോ 0.625 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം, റാഡിക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് ആൻസർ കിട്ടുക 0.5 ആണ്. ഇനി നമുക്ക് ഇൻറ്റീജർ ഉണ്ടോ, ഇല്ല. സോ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 0.5 ടു ദ ബേസ് 8 കിട്ടിയല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റീജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 31.5 ടു ദ ബേസ് 8 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 25.625 ടു ദ ബേസ് 10 ആണ്. ഒക്ടലിൽ നമുക്ക് 31.50 ടു ദ ബേസ് 8 എന്ന് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഒരു എക്സാമ്പിളോടെ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമ്പിളോട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകും. ഇത് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാം. എല്ലാവരും ചെയ്ത് നോക്കിയല്ലോ. നിങ്ങൾക്ക് എത്ര ഏതാണോ നിങ്ങളുടെ ആൻസർ കിട്ടിയത്, 3800 ടു ദ ബേസ് 8. അപ്പം ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ നോക്കാം. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബേസ് 16 വരുന്ന നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 0 തുടങ്ങി 15 വരെയുള്ള സിമ്പിൾസിനാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 തുടങ്ങി 9 വരെയുള്ള വാല്യൂസിനെ നമ്മൾ എന്താണോ കിട്ടിയത് അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്താണ് അത് റീഡ് ചെയ്യും. പക്ഷെ 10 to 15 വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ ആൽഫബറ്റ്സ് വെച്ചിട്ട് റീഡ് ചെയ്യും. ഓക്കെ, അത് എക്സാമ്പിളിൽ വരും. സോ ഇതിൻ്റെയും സ്റ്റെപ്സ് വളരെ സിമ്പിളാണ്. നമ്മൾ എങ്ങനെയാണോ ഒക്ടലിൻ്റെ കൺവേർഷൻ ചെയ്തത് സെയിം സ്റ്റെപ്പാണ്. ആകെ വ്യത്യാസമുള്ളത് റാഡിക്സ് 8 വരുന്നത് മാത്രം. ഓക്കെ, സോ അതായത് ഇൻറ്റീജർ പാർട്ടിനെ നമ്മൾ 16 വെച്ച് ഡിവൈഡ് ചെയ്യും, ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ റിമൈൻഡേഴ്സിനെ നമ്മൾ ഇൻറ്റീജർ പാർട്ട് ആണെങ്കിൽ
ബോട്ടം ടു ടോപ്പ് റീഡ് ചെയ്യും. അതേപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ട് ആണെങ്കിൽ ടോപ്പ് ടു ബോട്ടം റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 26 to the base 10. ഇതിന് എങ്ങനെയാണ് 16ൽ വരുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ എക്സാമ്പിൾ 26 to the base 10 ആണ്. അതിന് നമുക്ക് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. സോ ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്. സോ നമ്മൾ 16 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇൻറ്റിജർ മാത്രമുള്ളതുകൊണ്ട് നമുക്ക് ഡിവിഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 116 ആണ്. അപ്പോൾ ബാക്കി നമുക്ക് 10 ആണ് റിമൈൻഡർ കിട്ടുക. ഇനി ചെയ്യാനില്ലല്ലോ, കഴിഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 1ഉം 10ഉം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഹെക്സാഡെസിമലിന്റെ 4-bit ബൈനറി റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ നമ്മുടെ ഈ 10 എന്ന് പറയുന്നത് 10 അല്ലേ. 10നെ നമ്മൾ നമ്മുടെ ഹെക്സാഡെസിമലിൽ A എന്നാണ് പറയുന്നത് അല്ലേ. സോ 1A എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. A എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. 255 to the base 10. അതിനെങ്ങനെയാണ് നമുക്ക് 16ലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്? അടുത്ത നമ്മുടെ എക്സാമ്പിളാണ് 255 to the base 10 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 ആണ് കിട്ടുക. റിമൈൻഡറും 15 ആണ്. സോ വീണ്ടും നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 തന്നെ റിമൈൻഡർ ആയിട്ട് കിട്ടും. സോ നമുക്ക് 0, 15 എന്ന് കിട്ടിയ അല്ലേ. അപ്പോൾ നമ്മുടെ ഹെക്സാഡെസിമലിൽ 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? F ആണല്ലേ. സോ എഫ് എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 16 അല്ല 255 to the base 10 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിൽ FF ആണ്. അപ്പോൾ FF എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഇനി തേർഡ് എക്സാമ്പിൾ നോക്കിയേ. തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 100 to the base 10 ആണ് അല്ലേ. 100 to the base 10 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ബേസ് 16 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. സോ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 6 ടൈംസ് ആണല്ലേ പോണത്. അപ്പോൾ നമുക്ക് റിമൈൻഡർ 4 കിട്ടും. ദെൻ എഗെയിൻ നമ്മൾ 16 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലല്ലോ, കഴിഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് 6 റിമൈൻഡർ കിട്ടും. സോ എത്രയാണ് ആൻസർ കിട്ടുക? 64 to the base 16 കിട്ടും. ഓക്കെ, അപ്പോൾ 100 to the base 10നെ 16ലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 100 to the base 10 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 64 ആണല്ലേ ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ എല്ലാ കൺവേർഷൻസും നോക്കിക്കഴിഞ്ഞു. ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു, ഡെസിമലിൽ നിന്ന് ഒക്ടൽ ആക്കാൻ പഠിച്ചു, ഡെസിമലിനെ ഹെക്സാഡെസിമലിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത മെത്തേഡ് എല്ലാം സെയിം മെത്തേഡാണ്. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? അതായത് ജനറൽ റൂൾ ഫോർ ഡെസിമൽ ടു എനി നമ്പർ സിസ്റ്റം കൺവേർഷൻ എന്താണ്? ഇൻറ്റീജർ പാർട്ടാണ് നമുക്ക് ഉള്ളതെങ്കിൽ, ഇൻറ്റീജർ പാർട്ട് മാത്രമുള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ റാഡിക്സ് വെച്ചിട്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ റിമൈൻഡേഴ്സ് നോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കിട്ടിയ റിമൈൻഡേഴ്സിനെ ബോട്ടം ടു ടോപ്പ് റീഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻറ്റീജർ പാർട്ടിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലോ, ഫ്രാക്ഷണൽ പാർട്ടിനെ നമുക്ക് ഏതിലേക്കാണോ, ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സിൻ്റെ ഇൻറ്റീജർ പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പ് ടു ബോട്ടം റീഡ് ചെയ്യണം. അപ്പം ഇതാണ് ജനറിക് റൂൾ എന്ന് പറയുന്നത്. നമുക്ക് ഡെസിമലിൽ നിന്ന് ഏതൊരു നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ റാഡിക്സ് വെച്ചിട്ട് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്താൽ മതി. അതുകൂടാതെ ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാ ടൈപ്പ് കൺവേർഷൻസും വരുന്നുണ്ട് കേട്ടോ. ഒക്ടൽ, ഹെക്സാഡെസിമൽ, ബൈനറി എല്ലാ ടൈപ്പ് കൺവേർഷൻസും വരുന്നുണ്ട്. അപ്പം നിങ്ങളത് ടൈം എടുത്ത് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും ആൻസർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എല്ലാ കൺവേർഷൻസും ഇപ്പോൾ നോക്കി. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഹെക്സ്, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമലിൽ നിന്നും എല്ലാ നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻസ് നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാകും. നിങ്ങളൊരു KTU BTech സ്റ്റുഡൻ്റ് ആണെങ്കിലും അതേപോലെ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും VLSI പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന പോലെയാണ് ഞാൻ സ്ലൈഡ്സും അതേപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യാം.
Try practice questions and drop your answers in the comment section below. The PPT used in this video will be uploaded to my GitHub repository. You can find the link in the description. If you found this video helpful, please give it a like, share it with your friends, and subscribe to the channel for more videos. Also, follow our Instagram page for the latest updates, study materials, and announcements. So, thank you for watching, and I will see you in the next video.